ദീനായ ഇസ്ലാമുണ്ട്, എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. ഏതുപോലെ ഒരാൾ ഒരു കാര്യത്തിൽ തർക്കത്തിൽ, രണ്ടുപേര് ഒരു കാര്യം വേണോ വേണ്ടെന്നുള്ള തർക്കത്തിലായി വിചാരിക്കാം. അപ്പോൾ ഒരുത്തിന് വിലയില്ലാത്ത പോലെ നീ എടുത്തു, എനിക്ക് വേണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ ലക്കും ദീനുക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ദീൻ എടുത്തോളൂ, അത് നിങ്ങൾ സ്വീകരിച്ചോളൂ, നിങ്ങൾ കൊണ്ടെടുത്തോളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ അതിനെ ബഹുമാനിച്ചോളാം എന്നൊന്നും അതിന്റെ അർത്ഥമില്ല. മറിച്ച് അത് നിങ്ങൾ എടുത്തോളൂ, എനിക്കത് വേണ്ടതില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിന് ഏറ്റവും വലിയ തെളിവാണ് ആ സൂറത്തിന്റെ ആരംഭം. വളരെ സ്നേഹത്തിൽ നിങ്ങൾ ദീൻ എടുത്തോളി എന്നാണ് പറഞ്ഞതെങ്കിൽ ആ ആയത്തിന്റെ സൂറത്തിന്റെ തുടക്കത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലയോ കാഫിറുകളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ. അത് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള വാക്കല്ല, മറിച്ച് ശക്തമായ വാക്ക് പറഞ്ഞ സന്ദർഭമാണ്. ഇന്ന് സുബ്ഹാനല്ലാഹ്, നമുക്ക് നിങ്ങൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ നിന്ന് മാറ്റി വായിച്ചാൽ ഉണ്ടാകുന്ന അപകടം ഇത് നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ എന്താ പറയാ, എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാം എന്ന ചിന്തയുമായി വന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറയേണ്ടി വന്ന സൂറത്താണ് ഈ സൂറത്ത്. അതാണ് ഇന്ന് ആളുകൾ മതങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലയിക്കണം എന്ന് പറയാൻ തെളിവാക്കുന്നത്. ഖുർആൻ അതിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി വായിക്കപ്പെട്ടാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. നമ്മുടെ ദീനിൽ നിന്ന് നമ്മെ അകറ്റുക എന്നത് മുശ്രിക്കുകൾ ആഗ്രഹിക്കുന്ന അവരുടെ പൊതുവായ ആഗ്രഹങ്ങളിൽപ്പെട്ടതാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വദ്ദ കസീറു മിൻ അഹ്ലിൽ കിതാബി ലൗ യർദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം. അമുസ്ലിമീങ്ങളിൽപ്പെട്ട കുഫാറുകളിൽപ്പെട്ട ധാരാളം ആളുകൾ അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ മുസ്ലിം ആയതിനു ശേഷം അതിൽ നിന്ന് പുറത്തു പോവുകയും ഇസ്ലാമിനെ ഒഴിവാക്കുകയും അവരെ പോലെ കാഫിറുകളാവുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചിന്ത ഇസ്ലാമിനെ നശിപ്പിക്കാൻ, അതിൽ നിന്ന് നമ്മെ പുറത്തെത്തിക്കാൻ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ മുശ്രിക്കുകൾ ഉപയോഗിക്കുമെന്ന ചിന്തയും ബോധ്യവും ഓരോ മുസ്ലിമിന്റെയും മനസ്സിലുണ്ടായിരിക്കേണ്ടതുണ്ട്. ശരി.